നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ UDF കൊച്ചിയിൽ ചേർന്ന UDF യോഗം മുന്നണി വിപുലീകരണത്തിലും പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്രയിലും തീരുമാനമെടുത്തു. PV അൻവറിനും CK ജാനുവിനും UDFിൽ അസോസിയേറ്റ് അംഗത്വം നൽകും. ഫെബ്രുവരിയിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ യാത്ര. സീറ്റ് ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന് മുന്നണി യോഗത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. UDFിൽ അസോസിയേറ്റ് അംഗത്വം നൽകാനുള്ള തീരുമാനത്തെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ CK ജാനു സ്വാഗതം ചെയ്തു. UDF എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മുന്നണിയെന്ന് CK ജാനുവിന്റെ പ്രതികരണത്തിലേക്ക്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലെ UDFുമായിട്ടുള്ള ഒരു ചർച്ച, കുറച്ച് ഒരു നീണ്ട ചർച്ച നടന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും ആളുകളൊക്കെ അങ്ങനെ ഒരു അംഗത്വത്തെ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. UDF ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളെയും അതിൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം UDFന് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമീപനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. PV അൻവറിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. സഖ്യത്തിന് ശ്രമിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങളായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞത്. അത് ഓരോ ഘട്ടങ്ങളിലും അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ അതിന് ശേഷമുണ്ടായി. അന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് സംശയിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അത് വസ്തുതാപരമായിരുന്നു എന്ന് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ കേരളത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലെ ജനം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, ഈ പറയുന്നത് പോലെ NDA ഉണ്ട്, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേരളത്തിലുണ്ട്. പക്ഷെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മതേതര സ്വഭാവമാണ്. ആ മതേതര സ്വഭാവത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജനം ഒരു പരിധിവരെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും കേരളത്തെ മൊത്തമായി ഈ മതേതര സ്വഭാവം നിലനിർത്താനുള്ള ഒരു ജനവികാരത്തിലേക്ക് മാറുകയാണ്. ആ ജനമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിണറായി ഗവൺമെന്റിനെതിരെ PV അൻവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UDFിലേക്കുള്ള പ്രവേശത്തെ വളരെ ആവേശത്തോടെയാണ് കാണുന്നത് എന്നാണ് PV അൻവർ പറയുന്നത്. കേരളത്തിലെ മതേതര മുന്നണിക്ക് കരുത്തു പകരാൻ UDFിനോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ലാൽ കൃഷ്ണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലാൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു വലിയ വിജയം, അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ചോരുന്നതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതേ ആവേശത്തോടുകൂടെ പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന രീതിയിൽ UDF എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ പ്ലാറ്റ്ഫോം വിപുലമാക്കാനുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ അസോസിയേറ്റ് അംഗത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ കേൾക്കാത്ത കാര്യമാണ്. അത്തരത്തിലുള്ള അംഗത്വം നൽകുന്നു, കൂടുതൽ ഘടകകക്ഷികളെ UDFിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴും ഇവിടെ ചില ഭിന്നതകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും VD സതീശൻ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, UDFിൻ്റെ കരുത്തേറ്റാൻ ഒരു യാത്ര, കൂടുതൽ പേരെ കൊണ്ടുവരിക, എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാനിലുള്ളത്? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF കളം ഒരുക്കി കഴിഞ്ഞു എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ UDF യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് വാർഡുകളിൽ നിന്ന് ഞങ്ങൾ ബൂത്തുകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആണ് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞത്. ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. മാനിഫെസ്റ്റോയുടെ പ്രകാശനമടക്കം ജനുവരി മാസത്തിൽ പൂർത്തിയാക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഒരു യാത്ര നടത്തും എന്നുള്ളതാണ്. ആ യാത്രയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ആ യാത്രയുടെ നേതൃത്വം വഹിക്കുന്നതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരിക്കും. അതാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അടിത്തറ വിപുലീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംഘത്തിൽ ചേർത്തുകൊണ്ട് സഖ്യത്തെ വലുതാക്കുക എന്നുള്ളതല്ല, ആശയം ഉൾക്കൊള്ളുന്നവരെ കൂടുതലായിട്ട് പരിഗണിക്കുക, അവരെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുക, അതുകൂടി പരിഗണനയിൽ എടുത്തുകൊണ്ട് മാനിഫെസ്റ്റോ തയ്യാറാക്കുക, ഭാവിയിലുള്ള കേരളം എങ്ങനെയായിരിക്കണം എന്നതിന് വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുക, അവർ ചർച്ചകളിൽ നിന്ന് ഉടുത്തുരിഞ്ഞു വരുന്ന ആശയങ്ങൾ അത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന കാര്യത്തിൽ തീരുമാനം
തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ട പറയുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് ചർച്ചകളിലേക്ക് കൂടി കടക്കുമെന്ന് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുന്ന വേളയിൽ തന്നെ അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് UDF ഒരുപടി മുന്നിലായിരിക്കും ഇത്തവണ യാത്ര എന്ന് പറയുന്നു. ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായത് പൂർണ്ണമായ ഒരു ജനവികാരമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞില്ല. കാരണം ബന്ധുമിത്രാദികൾ, സ്വന്തക്കാർ, പരിചയക്കാർ അടക്കമുള്ള ആളുകളെല്ലാം സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവും. അതുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള വികാരം പൂർണ്ണമായും നമ്മൾ കാണാൻ പോകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും. ആ തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ വാങ്ങിക്കൊണ്ട് UDF അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച, ഒരു തിളക്കമാർന്ന വിജയം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വളരെയധികം പ്രതീക്ഷയോടുകൂടിയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് ഇന്നത്തെ UDFന്റെ പത്രസമ്മേളനം നമുക്ക് കാണാൻ സാധിച്ചത്. എന്താണെങ്കിലും ആ പത്രസമ്മേളനത്തിന് ശേഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് UDF കടന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. ജാഥ നടക്കാൻ പോകുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പോകുന്നുണ്ട്, മുന്നണിയിലുള്ള ആളുകളുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ പോകുന്നുണ്ട്, ആശയപരമായി കൂടുതൽ ആളുകളെ രംഗത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. UDFന്റെ ആശയങ്ങൾ, സർക്കാർ വിരുദ്ധമായ നിലപാടുകൾ, ജനദ്രോഹ നടപടികൾ എന്നിവയെല്ലാം പോസ്റ്റർ പ്രചരണത്തിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ വഴികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും UDFന്റെ പ്രചരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ക്രിസ്റ്റീന. ലാലൊപ്പം തന്നെ ഇപ്പോൾ ഇന്നൊരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അതിൽ ഒരാളെ കൂടി UDFിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി കൂടി വരുന്നു UDFിലേക്ക് എന്ന മട്ടിലൊരു പ്രഖ്യാപനം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം അത് ഡയറക്റ്റായി നിഷേധിക്കുന്നു, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ UDFിന്റെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തകർക്ക് ആവേശം കൊണ്ടുവരാനുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ടല്ലോ അതിൽ. തീർച്ചയായിട്ടും വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേറ്റ് ആ കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ഇതിനൊരു പാളിച്ച പറ്റിയതായിട്ടുള്ള നിലവിലെ സ്ഥിതികൾ വരുന്നത്. പക്ഷേ അതിൽ അദ്ദേഹം ഉറച്ചു പറയുന്നത് നമ്മുടെ കയ്യിൽ റിക്വസ്റ്റ് ചെയ്തതാണ്. ഇന്ന് രാവിലെ കൂടി വിളിച്ചിരുന്നു, കണ്ടോൺമെന്റ് ഹൌസിലെത്തി ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഇന്ന് രാവിലെ കൂടി ഈ വിഷയങ്ങൾ സംസാരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. താല്പര്യമുണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തള്ളിക്കളഞ്ഞ അതേ നിമിഷത്തിൽ തന്നെയാണ് വി ഡി സതീശനോട് ഈ വിഷയത്തിൽ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്നോട് മാത്രമല്ല, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളോടെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. പല ഘട്ടങ്ങളിലായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റ് മെമ്പർ ആക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതൊരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, അവരോട് കൂടുതലുള്ള താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ്, അവരാശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അക്കാര്യങ്ങളെല്ലാം അവർ പരിഗണിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, അങ്ങോട്ട് പോയ ആരെയും കണ്ടിട്ടില്ല എന്ന കാര്യം ഇത് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറയുകയുണ്ടായി. പക്ഷെ അതെല്ലാം അക്ഷരം പ്രതി തെറ്റാണ്, അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നുള്ള നിലപാടാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സ്വീകരിച്ചത്. അതൊരു വെല്ലുവിളിയായി തന്നെയാണ് UDFന്റെ മുമ്പിൽ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും മൈലേജ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മൈലേജിനൊരു തുരങ്കം വയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തടയിടുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം UDFിനുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം തെളിവടക്കം കാണിക്കണം എന്നതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDFന്റെ മുന്നിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ചലഞ്ച്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി PV അൻവറിന്റെ വാക്കുകളിലേക്കാണ്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞായിരുന്നു PV അൻവറിന്റെ തുടക്കം. ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പോരാട്ടമാണ് നടത്തിയത്. ഏതെങ്കിലും ഘട്ടത്തില് സാധ്യമാവില്ല എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഒരു എന്താ പറയാ, നല്ല മംഗളമായ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.